നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ CJ റോയ് സ്വയം വെടിവെച്ചു മരിച്ചു. പ്രമുഖ വ്യവസായിയും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയുമായ CJ റോയ് ജീവനൊടുക്കി. ബാംഗ്ലൂരിലെ ഓഫീസിൽ വെച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ബാംഗ്ലൂരിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചാണ് സംഭവം. നികുതി വെട്ടിപ്പ് ആരോപണങ്ങൾ തുടർന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ ഓഫീസുകളിലും വസതികളിലും ആദായനികുതി വകുപ്പ് വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. അശോക് നഗർ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കേരളത്തിനകത്തും പുറത്തും ഗൾഫിലുമായി നിരവധി സംരംഭങ്ങളുള്ള വ്യക്തിയാണ് CJ റോയ്. കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘമാണ് റെയ്ഡിന് എത്തിയത്. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ആരംഭിച്ചത്. റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ CJ റോയിയെ ചോദ്യം ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകൾ എടുക്കാനായി അടുത്ത മുറിയിലേക്ക് പോയ CJ റോയ് സ്വയം വെടിയുതിർക്കുക ആയിരുന്നു. യുവാവിനെയും യുവതിയെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കോട്ടയം ശാസ്ത്രി റോഡിലുള്ള ഹോട്ടലിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാരീശ്ശേരി സ്വദേശി ആസിയ, പുതുപ്പള്ളി സ്വദേശി നന്ദകുമാർ എന്നിവരാണ് മരിച്ചത്. ശാസ്ത്രി റോഡിലെ നിഷ കോണ്ടിനൽ ഹോട്ടൽ 202 മുറിയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭിന്നമതക്കാരായ ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് വിവരം. വീട്ടുകാർ വിവാഹത്തിനെ എതിർത്തതിനെ തുടർന്നാണ് ജീവനെടുക്കാൻ കാരണമെന്നാണ് വ്യക്തമാക്കി ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചതായി പോലീസ് പറയുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഇരുവരും ഹോട്ടലിൽ മുറിയെടുത്തത്. പെൺകുട്ടിയെ കാണാതായെന്ന ബന്ധുക്കളുടെ പരാതിയിൽ കോട്ടയം ഗാന്ധിനഗർ പോലീസ് കേസെടുത്തിരുന്നു. തിരച്ചിലിനിടെയാണ് ഹോട്ടലിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നടപടികൾക്ക് ശേഷം ഇരുവരെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. കൈക്കൂലി കേസിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിയിൽ. ചേർത്തലയിൽ കൈക്കൂലിപ്പണം വാങ്ങിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിയിലായി. ചേർത്തല മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ KG ബിജുവാണ് പിടിയിലായത്. ഡ്രൈവിംഗ് സ്കൂൾ ഏജന്റായ വ്യക്തിയിൽ നിന്ന് 5600 രൂപ കൈപ്പറ്റിയപ്പോഴായിരുന്നു സംഭവം. മറഞ്ഞു നിൽക്കുകയായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ ഉടൻ ബിജുവിനെ തടഞ്ഞു വെച്ച് നിയമപരമായ പരിശോധന നടത്തി. കൈക്കൂലിപ്പണം കൈപ്പറ്റിയെന്ന് വ്യക്തമായതോടെ കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധന നടത്തം പൂർത്തിയായ ശേഷം ഇദ്ദേഹത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ആലപ്പുഴയിൽ നിന്നുള്ള വിജിലൻസ് സംഘമാണ് ബിജുവിനെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറിന് ജാമ്യ ഹർജി നൽകി. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്ര നടപടികൾ വൈകുന്നതോടെ സ്വാഭാവിക ജാമ്യം തേടി കൂടുതൽ പ്രതികൾ കോടതിയിലേക്ക്. റിമാൻഡിൽ കഴിയുന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ഇന്നലെ സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചു. തിങ്കളാഴ്ച സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കും. 2 കേസുകളിലും അറസ്റ്റിലായ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് കാട്ടിയാണ് ഇന്നലെ ഹർജി നൽകിയത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് പിന്നാലെ അറസ്റ്റായ ആളാണ് സുധീഷ് കുമാർ. സ്വർണ്ണപ്പാളികൾ കടത്തുമ്പോൾ സുധീഷ് കുമാർ ആയിരുന്നു ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചു നൽകാനാണ് സാധ്യത. ഇതോടെ സുധീഷ് കുമാറും ജയിൽ മോചിതനാകും. സ്വാഭാവിക ജാമ്യം കിട്ടി മുരാരി ബാബുവും തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാണിച്ച് AS ശ്രീകുമാറും കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി പുറത്തു വന്നിരുന്നു. ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടളപ്പാളി കേസിൽ റിമാൻഡ് പൂർത്തിയാവാത്തതിനെ തുടർന്ന് ആണ് ജയിലിൽ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2ാം കേസിൽ അറസ്റ്റിലായിട്ട് തിങ്കളാഴ്ച 90 ദിവസമാകും. അന്ന് തന്നെ സ്വാഭാവിക ജാമ്യത്തിന് ഹർജി നൽകാനാണ് തീരുമാനം. ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N വാസുവിന് ഫെബ്രുവരി 15-നകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും. തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള കാലാവധി അടുത്ത ആഴ്ചയോടെ ആകും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം നൽകുന്നത് വൈകിയത് മാത്രമല്ല, ഇതിന് മുന്നോടിയായുള്ള പ്രോസിക്യൂഷൻ അനുമതി പോലും അന്വേഷണ സംഘം തേടുന്നില്ല. അറസ്റ്റിലായ 12 പേരിൽ 9 പേരും സർക്കാർ ശമ്പളം വാങ്ങുന്നവർ എന്ന വിഭാഗത്തിൽ വരുന്നതിനാൽ കുറ്റപത്രം നൽകാൻ സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ അനുമതി വേണം. ഇത് തേടാനുള്ള അപേക്ഷ പോലും ഇതുവരെ നൽകിയിട്ടില്ല. ഇനി അപേക്ഷ നൽകിയാൽ തന്നെ അപേക്ഷ പരിഗണിച്ച് സർക്കാർ അംഗീകരിക്കാനാകാൻ സമയമെടുക്കും. സർക്കാർ അനുമതി ലഭിച്ചാൽ മാത്രമേ കുറ്റപത്രം നൽകാൻ കഴിയൂ. അതിനുള്ളിൽ പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങും. അതിനിടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് ഉത്തരവിറങ്ങിയതോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിലവിലുണ്ടായിരുന്ന പ്രോസിക്യൂട്ടർക്ക് വേണ്ടി കേസിൽ ഹാജരാകാൻ നിയമ തടസ്സമുണ്ട്. ഇതും വരും ദിവസങ്ങളിൽ SITക്ക് വെല്ലുവിളിയായേക്കും. ഡിജിറ്റൽ റീസർവേക്ക് ഉപകരണങ്ങൾ വാങ്ങൽ അന്വേഷണത്തിന് ED വരുന്നു. സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേക്ക് 341 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്ന് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ സർക്കാർ നടപടി എടുക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് തുടർ നടപടികൾക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി. റവന്യൂ വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തെ 1666 വില്ലേജുകൾ ഡിജിറ്റൽ റീസർവേ നടത്താൻ 339.44 കോടി ഉപകരണങ്ങൾ വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നും
മുൻപ് വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാക്കിയെന്നും 3000 ജീവനക്കാരെ മാനദണ്ഡമില്ലാതെ നിയമിച്ചെന്നും 800 കോടിയുടെ തൂർത്ത് നടത്തിയെന്നും ചൂണ്ടിക്കാട്ടി KPCC സെക്രട്ടറി ഷാജി ജെ കോടങ്കടത്ത് CBIക്ക് പരാതി നൽകിയിരുന്നു. CBI കൊച്ചി യൂണിറ്റ് പരാതി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. ഉപകരണങ്ങൾ വാങ്ങിയിൽ പ്രഥമദൃഷ്ട്യാ അഴിമതിയുണ്ടെന്നും പരസ്യം നൽകാതെയാണ് ടെൻഡർ ക്ഷണിച്ചതെന്നും കണ്ടെത്തി. തുടരന്വേഷണത്തിന് നടത്താൻ തയ്യാറാകാത്തതെന്ന് മുഖ്യമന്ത്രിക്കും പിന്നീട് പ്രധാനമന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു. ഇത് ED ഡയറക്ടർക്ക് കൈമാറി. ഉപകരണങ്ങൾ വാങ്ങാൻ 168 കോടിയായിരുന്നു എസ്റ്റിമേറ്റ്. ടെൻഡർ പരസ്യപ്പെടുത്തിയ ശേഷം 343.13 കോടിയായി ഉയർത്തി. ടെൻഡർ പരസ്യത്തിൽ വീഴ്ചയുണ്ടായുടെ സ്റ്റോർ പർച്ചേസ് മാനുവൽ ഇളവ് വരുത്തി സർക്കാർ ഉത്തരവിറക്കി. ബിഡ് മീറ്റിംഗിൽ 12 കമ്പനികൾ പങ്കെടുത്തിരുന്നു. ഇതിൽ 2 കമ്പനികൾ ഒഴികെ മറ്റുള്ളവർ വിട്ടുനിന്നതും സംശയം ജനിപ്പിക്കുന്നെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യ എസ്റ്റിമേറ്റിൽ 1.7 കോടി രൂപയ്ക്ക് ടാബ്ലറ്റുകൾ വാങ്ങേണ്ടിയിരുന്നെങ്കിൽ പിന്നീട് 47.94 കോടി രൂപയായി വർദ്ധിപ്പിച്ച് 28 ഇരട്ടിയോളം വർധനവുണ്ടായി. ആദ്യ എസ്റ്റിമേറ്റിൽ RTK മെഷീൻ ഒരു യൂണിറ്റിന് 11 ലക്ഷം വാങ്ങിച്ച് 1000 എണ്ണം വാങ്ങാൻ 110 കോടിയാണ് തീരുമാനിച്ചത്. യൂണിറ്റ് 1-ന് 14.32 ലക്ഷം വെച്ച് 141 കോടിയായി ഉയർത്തി. 56 കോടിക്ക് വാങ്ങാനിരുന്ന ETS മെഷീനുകളുടെ വില പിന്നീട് 98.25 കോടിയായി. 289.5 കോടിയുടെ ഉപകരണങ്ങൾ വാങ്ങിയത് ടെൻഡർ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും ഉപകരണങ്ങൾ വൻതോതിൽ കേടായത് ഗുണനിലവാരം സംബന്ധിച്ച് സംശയമുണ്ടാക്കുന്നെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. സുനേത്ര പവർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി. ശനിയാഴ്ച സത്യപ്രതിജ്ഞ. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട NCP അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറിന്റെ പിൻഗാമിയായ ഭാര്യ സുനേത്രി പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി ശനിയാഴ്ച സ്ഥാനമേൽക്കും. മന്ത്രിസഭയിൽ കായിക എക്സൈസ് വകുപ്പുകളുടെ ചുമതല സുനേത്ര വഹിക്കുമ്പോൾ അജിത് കുമാർ കൈകാര്യം ചെയ്ത സുപ്രധാന വകുപ്പായ ധനകാര്യം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഏറ്റെടുക്കും. പവാർ കുടുംബവും NCP നേതൃത്വവും തമ്മിൽ നടന്ന കൂടിയാലോചനകൾക്കൊടുവിലാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം അജിത് പവാറിന്റെ ഭാര്യയെ ഏൽപ്പിക്കാൻ തീരുമാനമായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ചേരുന്ന NCP നിയമസഭാ കക്ഷി യോഗത്തിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനമുണ്ടാകുമെന്ന് മുതിർന്ന നേതാവും മഹാരാഷ്ട്ര മന്ത്രിയുമായ ജഗൻ ഭുജ്ബൽ അറിയിച്ചു. 61-കാരിയായ സുനേത്ര സംസ്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയാവും. സംസ്ഥാനം ഏൽക്കുന്നത് വൈകുന്നേരം 5-ന് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. പാർട്ടിക്കുള്ളിലും പവാർ കുടുംബത്തിലും ഇക്കാര്യത്തിൽ ഏക അഭിപ്രായമാണെന്നും കൂടുതൽ നേതാക്കളും സുനേത്ര പവാർ സ്ഥാനം ഏറ്റെടുക്കണമെന്നും ആവശ്യമുന്നയിച്ചതായും ജഗൻ ഭുജ്ബൽ പറഞ്ഞു. ഇക്കാര്യം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അംഗീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. നിലവിൽ രാജ്യസഭാ അംഗമാണ് സുനേത്ര പവാർ. സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാവുന്നതോടെ 6 മാസത്തിൽ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടണം. അജിത് പവാറിന്റെ മണ്ഡലമായ ബാരാമതിയിൽ തന്നെ മത്സരിച്ച് സഭയിലെത്താനായിരിക്കും സുനേത്രയുടെ ശ്രമം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.